ഇല്ല, ഞാൻ ജന്മന തന്നെ ഇങ്ങനെ 2 കൈയില്ലാതെയാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഒരു എന്താ പഠിക്കുന്ന ഒരു സമയമായപ്പോൾ ഒരു 3 വയസ്സ് ഒക്കെ ആയപ്പോഴത്തേനും എന്നെ സ്വന്തമായിട്ട് തന്നെ അവർ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കും. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും എന്നെ അച്ഛനമ്മയാണ് എനിക്ക് പരിശീലിപ്പിച്ചത്, ഫുഡ് കഴിക്കാനും എല്ലാത്തിനും. അങ്ങനെ വന്ന സമയത്താണ് ഈ പഠിപ്പിക്കാനായിട്ട് എവിടെ ചേർക്കും എന്ന്. പക്ഷേ ഇവിടെ അടുത്ത സ്കൂളുണ്ട്, പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ഇപ്പോഴാണ് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അന്നിങ്ങനെ ഒരു കൊച്ചിനെ എവിടെ പഠിപ്പിക്കും എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഉള്ള പിള്ളേരെ നിർത്തി പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്നെയും കൊണ്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർക്ക് ഞാൻ തന്നെ കഴിക്കുമോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവരെന്നേരം പറഞ്ഞു എന്നോട് കഴിച്ച് കാണിക്കാൻ പറഞ്ഞു. എൻ്റെ പപ്പയായിരുന്നു അന്നും കൂടെ പറഞ്ഞത്. അപ്പം എന്നോട് കഴിച്ച് കാണിക്കാൻ പറഞ്ഞു. അവർ പഴം എടുത്തുകൊണ്ട് തന്നു, അത് ഞാൻ പൊളിച്ച് കഴിച്ചു. പിന്നെ പപ്പടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു തന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എഴുതാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് ഇതാക്കിയത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല അവിടെ നിന്ന്. അങ്ങനെയാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലെ മേഴ്സി ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് പഠിച്ചത്. 10 വരെ ഞാൻ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോസഫിൽ ഞാൻ ബാക്കി പഠനം കഴിഞ്ഞത്. അങ്ങനെ പിന്നെ വീട്ടിൽ വരും ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചങ്ങനാശ്ശേരി പഠിച്ച സമയത്ത് തന്നെയാണെങ്കിലും ഈ കൈയില്ല. പക്ഷെ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പം വരുന്ന ഒരു ഇതായിരിക്കും നിർത്താനാണ് ഞാൻ. അപ്പോൾ അവിടെ അന്നേരം കുറേ എന്നെക്കാൾ സീനിയറായിട്ടുള്ള ചേച്ചിമാരുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ പറയും പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അന്നത്തെ ഒരു 5 വയസ്സ് ആ ഒരു സമയമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു കൈയെങ്കിലും തരുന്നത്. പക്ഷെ രാവിലെ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ പ്രാർത്ഥിച്ചു എനിക്കില്ല എന്ന് പറയും. പിന്നെ ഒരു 8ാം ക്ലാസ് 9ലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമുക്കൊരു ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ ഇങ്ങനെയാണെന്നൊരു ഇത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആയിട്ട് നമ്മളങ്ങ് അപ്സെറ്റ് പോവുകയാണ് ചെയ്തത്.